പാസ്സായതൊന്നുമല്ല. ഡിവൈഎഫ്ഐക്കാരെ പോലെ പേപ്പർ പിടിച്ച് പാസ്സായതല്ല. കഷ്ടപ്പെടിച്ച് രാവുകളെ പകലുകളാക്കി പഠിച്ച് പരീക്ഷ എഴുതി അഭിഭാഷ വൃത്തിയിലേക്ക് വന്നു. അതിനുശേഷം അവർ PSC ടെസ്റ്റ് എഴുതി APP ആയി. സ്ത്രീരോഷം പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് ഫേബ എൽ സുദർശൻ, ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ സ്ത്രീകളുടെ അവകാശ സമര പോരാട്ട ഭൂമിയിൽ ശുഭ്ര നക്ഷത്രം പോലെ ജ്വലിക്കുന്ന സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി അഡ്വക്കേറ്റ് ജബി മേത്തർ MP, സംസ്ഥാന മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ ശ്രീമതി അഡ്വക്കേറ്റ് വഹീദ, ശ്രീമതി അനിത, ശ്രീമതി ബിന്ദു ചന്ദ്രൻ, ശ്രീമതി ജയലക്ഷ്മി ദത്തൻ, ശ്രീമതി മാരിയത് ബിവി, ശ്രീമതി പ്രഭ അനിൽ അടക്കം ശ്രീമതി ഷമി ഷംനാദ് ഉൾപ്പെടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജില്ലാ മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാരെ, മണ്ഡലം പ്രസിഡന്റുമാരെ അടക്കമുള്ള സഹോദരിമാരെ, അങ്ങേയറ്റം വേദനയോടും അതിലേറെ ആത്മരോഷത്തോടും കൂടിയാണ് നാം ഓരോരുത്തരും ഈ സമരത്തിൽ പങ്കാളിയാകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു മരണ വാർത്ത വരുന്നു. എനിക്കവർ പ്രിയപ്പെട്ടവരാണ്. ഞാൻ കൊല്ലം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1996 മുതൽ 2011 വരെ കൊല്ലത്തെ ജില്ലാ കോടതിയിലും സബോർഡിനേറ്റ് കോടതികളിലും നിരന്തരം പ്രാക്ടീസ് ചെയ്ത ഒരു അഭിഭാഷകയാണ് ഞാൻ. 2001 ഞങ്ങളോടൊപ്പം പ്രാക്ടീസ് ചെയ്യാൻ വന്ന ആളാണ് KN അജിത്ത്. അദ്ദേഹം ഇപ്പോൾ മാവേലിക്കര കോടതി ഞാൻ കണ്ടു. ഞാൻ ദൃക്സാക്ഷിയാണ്. അനീഷ്യ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ എന്നോട് വിവരിച്ചിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് മോൾ വശത്ത് പെറ്റിയടിക്കുന്നു. അവിടെ നിന്ന് കറങ്ങി ചിന്നക്കട വന്നപ്പോൾ കാണാം അവിടെ പെറ്റിയടിക്കുന്നു. ഇങ്ങനെ പലയിടത്തും പെറ്റിയടിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ബസ് സ്റ്റാൻഡിന്റെ അതുവഴി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു യുവതിയെ പിടിച്ചു നിർത്തി. യുവതി സ്കൂട്ടറിൽ ബസ് സ്റ്റാൻഡിൽ അന്ന് ഭർത്താവിനെ ബസ് കയറാൻ ബസ് സ്റ്റാൻഡ് വിട്ടിട്ട് ആള് സ്കൂട്ടർ ഓടിച്ച് മോളിലോട്ട് വരുമ്പോൾ പോലീസ് പിടിച്ചു നിർത്തിയപ്പം ആ കൊച്ചിനൊരു പേടിയില്ല. കാരണം അതിന്റെ പേപ്പർ എല്ലാം കറക്റ്റാണ്. അത് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. നിയമപരമായി ആക്രമിക്കാൻ യാതൊന്നും ഇല്ലാന്നും പറഞ്ഞ് ധൈര്യമായിട്ട് പേപ്പറൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഏമാൻ പറയാ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, അതുകൊണ്ട് 2000 രൂപ അടയ്ക്കണം. 2000 രൂപ അടയ്ക്കുന്ന ചോദിച്ച കൊച്ചു ഞെട്ടിപ്പോയി. ബസ്സിൽ കയറിയ ഭർത്താവിനെ വിളിച്ച് താഴെ ഇറക്കി. എന്നെ പിടിച്ചിരുത്തി 2000 ചോദിക്കും. ഭർത്താവ് അടുത്ത് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, 2000 രൂപ കൊല്ലത്തെ പോലീസ് പെറ്റി അടിച്ചു, പക്ഷേ റെസിപ്റ്റിൽ 250 എഴുതി. ഇതെന്ത് കളിയാശാനെ? ഇങ്ങനെയും കളിക്കുമോ പോലീസ്? അറിയാമോ എന്നോട് ചോദിക്കുക. അവസാനം ഭർത്താവ് അവിടെ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ 2000 രൂപ അടിക്കാൻ നിയമമില്ല, ഇനിയിപ്പോൾ നിങ്ങൾ 2000 രൂപ അടിക്കുന്നെങ്കിൽ 2000 രൂപ പെറ്റിയിൽ എഴുതി തരണം. അതാണ് അന്തസ്. നമ്മുടെ ചില ആളുകളെ പോലെ അന്തസ്സില്ലാത്ത പ്രവർത്തിക്കാണെങ്കിൽ അവസാനം അത് കേട്ടോണ്ടിരുന്ന പോലീസുകാർ രഹസ്യമായിട്ട് മാറ്റിയിരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങളെ കുഴപ്പമൊന്നും അല്ല കേട്ടോ, പുതിയൊരു ഏമാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട്, പുതിയൊരു കമ്മീഷൻ കൊല്ലത്ത് വന്നിട്ടുണ്ട്. സാറ് പറഞ്ഞിരിക്കുന്ന മാക്സിമം പെറ്റി പിടിക്കണം. പെറ്റിയാണോ സാറേ സാറിന്റെ പണി? ഇതുപോലുള്ള കേസുകൾ അന്വേഷിക്കല്ലേ കൊല്ലത്തെ കമ്മീഷണർ പണി? കൊല്ലത്തെ കമ്മീഷണർ പണിയല്ല. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പെറ്റി പിടുത്തക്കാരനാവുന്നത് അങ്ങേക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് നടക്കണം. കാരണം ഞങ്ങൾ ഉൾപ്പെടെ ഉള്ളവര് ഈ കടയിൽ പോയി മട്ടുസൂചി വാങ്ങിയാൽ പോലും കിട്ടുന്ന നികുതി പണം പ്രത്യക്ഷമായി പരോക്ഷമായി സർക്കാരിന് കൊടുക്കുന്ന നികുതി പണം കൊണ്ടാണ് കേരളത്തിലെ പോലീസിനെ തീറ്റിപ്പോറ്റുന്നത്. അന്വേഷിക്കണം പോലീസ്. ആത്മഹത്യ ഉണ്ടായാൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പോലീസ്. കള്ളനെ പിടിക്കണം പോലീസ്. കൊല്ലം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ധീരജിന്റെ വീട്ടിൽ കള്ളം കയറിയിട്ട് മാസം എത്രയായി സാറേ? വർഷം 1 പോകുന്നു. കള്ളനെ കിട്ടിയോ? ഇല്ല. കിട്ടുന്ന ഒരു കള്ളനെ പിടിക്കുന്നില്ല. എന്റെ വീട്ടിൽ ഒരിക്കൽ കൂടി സിറ്റി പോലീസ് കമ്മീഷണറുടെ മൂക്കിന് കീഴിൽ നിന്ന് ഞാൻ പറയുന്നു, ഇവിടുത്തെ ഒരു സിറ്റിസൺ എന്ന നിലയിൽ പറയുന്നു, ഞാൻ താമസിക്കുന്നത് ശാന്തി നഗറിലാണ്. ശാന്തി നഗർ തൊട്ടടുത്ത് ചിന്നക്കടയെന്ന് 2 ഇവിടെ വെച്ച ശാന്തി നഗർ. സന്ധ്യയ്ക്ക് 9 മണി കഴിഞ്ഞ പിന്നെ ഈ ഈ ജില്ലയിലെ മുഴുവൻ ടോയ്ലറ്റ് വേസ്റ്റുകളും എടുത്തോണ്ട് വന്ന് ഞങ്ങളുടെ തൊട്ടടുത്തൂടെ പോകുന്ന കനാലിൽ ഒഴിക്കുക. പരാതി പറഞ്ഞ് തളർന്ന് റെസിഡൻസ് അസോസിയേഷന്മാരെ, കമ്മീഷണർമാരെ കണ്ടു, ACPമാരെ കണ്ടു, CIമാരെ കണ്ടു, SIമാരെ കണ്ടു. ഒരാളും നടപടി എടുത്തില്ലെന്ന്. ഇവർക്കൊക്കെ എന്താ പണി? ഇവരുടെ ഒത്താശയോട് കൂടിയാണ് ഈ നഗരം മലിനമാക്കുന്നതെന്ന് പറഞ്ഞ
എന്നോട് പിണങ്ങിയിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ നടപടിയെടുക്കണം. നിങ്ങൾ ഇടുന്ന യൂണിഫോം പൊതുജനങ്ങളെ സേവിക്കാനുള്ളതാ, കള്ളന്മാരെ അമർച്ച ചെയ്യാനുള്ളതാ, ഗുണ്ടകളെ അടിച്ചമർത്തുവാനുള്ളതാ. ഇന്നാള് നോക്കിയപ്പോ മന്ത്രി പറയുന്നു 14,000 ഗുണ്ടകളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചോണ്ട് വന്ന് ഉമ്മ എടുത്തു വിട്ടു. ഗുണ്ടാ ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉമ്മമാരെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു വെച്ചാൽ കൊണ്ടുവന്നിട്ട് വിട്ടയച്ചു. അതിന്റെ അർത്ഥം പിന്നെന്താ? ഇല്ലേ? ഗുണ്ടകളെ കൊണ്ട് നാട് കേരളത്തെ പിണറായി ഭരണത്തിൽ ഗുണ്ട കോറിഡോർ ആക്കി മാറ്റി. ഇടപെടൽ നടക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്, ഓരോ സ്ഥലത്തുമുണ്ട്. അവിടെയാണ് അനീഷയുടെ മരണം എന്നത് ഈ നിൽക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും പോലെ എന്റെ മനസ്സ് ചുട്ടുപൊള്ളിക്കുക. കാരണം കുറച്ചു നാളെങ്കിലും സഹപ്രവർത്തകയായിരുന്നു ഞാൻ. അനീഷയല്ല, ഏതൊരു പെൺകുട്ടി, ഏതൊരു യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായാലും പതിറ്റാണ്ടുകളായി അതിശക്തമായി അതിനെ എതിർക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന കേരളത്തിലെ ഒരുപാട് പേരിൽ ഒരാളാണ് ഞാൻ. സ്വാഭാവികമായി വിഷയം അറിഞ്ഞു. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആ വിഷയം ഏറ്റെടുത്തു, സംസ്ഥാന നേതാക്കന്മാർ ഏറ്റെടുത്തു, നമ്മൾ സമരം നടത്തി. തൊട്ടടുത്ത ദിവസമായിട്ട് പോലീസ് ഇറങ്ങുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോ വൈകിട്ട് പറയുന്ന ക്രൈം ബ്രാഞ്ചിന് വിട്ടു. എന്റെ വിചാരം ഇപ്പൊ ക്രൈം ബ്രാഞ്ച് വന്നാ എന്താ പറയാ, CBI, നമ്മുടെ CBIയില് സേതുരാമയ്യർ വരുന്ന കണക്ക് ടിങ് 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 എന്ന് പറഞ്ഞ് ഇപ്പൊ പ്രതികളെയൊക്കെ പിടിക്കുമെന്നാ വിചാരിച്ചിരുന്നത്. കാത്തിരുന്ന് വെറുതെ ഈ മോഹമെന്നറിയാമെങ്കിലും ഞാൻ ഒരുപാട് മോഹിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം വരെ ക്രൈമാൻ ജയമാൻ, എന്തോ പേര്, സക്കറിയ, ഇവിടെ ഞാൻ ഉണ്ടാ, എനിക്കറിയത്തില്ല. ഞാൻ ഇന്നലെ പരവൂർ CI വിളിച്ചു നോക്കി, അനീഷയുടെ കേസിൽ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഉണ്ടായോ സാറേ? ഒന്നുമില്ല, കൈമാറിയിട്ടുണ്ട്. പക്ഷെ വാങ്ങിച്ചു. എന്താ സാറേ വാങ്ങിക്കാത്തെ? എന്താ സാറേ അറസ്റ്റ് ചെയ്യാത്തെ? എന്താ സാറേ ഒന്ന് അന്വേഷണം നടത്താത്തെ? ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ അഡ്വക്കേറ്റ് ജോസ് എന്ന് പറയുന്ന ഒരാള് പറഞ്ഞു, ഞാൻ കണ്ടു DDP ഓഫീസിൽ നിന്ന് പ്രിയപ്പെട്ട ജെബി മേത്തർ MP സൂചിപ്പിച്ചതുപോലെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മറ്റ് AP-മാരെ മുൻപിൽ വെച്ച് വായിച്ച് ആക്ഷേപിച്ചത് മനം നൊന്ത് സങ്കടപ്പെട്ട് അനീഷി ഇറങ്ങി വരുമ്പോൾ ജോസ് വക്കീലുണ്ട് കണ്ട്. ജോസ് വക്കീലായിട്ട് അനീഷയ്ക്കുള്ള ഒരു ബന്ധം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യം വിശദീകരിക്കും. ഇവർ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തവരാണ്. ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അനീഷ്യ വക്കീല് APP വിളിച്ച് ജോസ് വക്കീലിനോട് പറഞ്ഞത്രേ, ഇന്ന കാര്യങ്ങളിൽ ഒരു വിവരാംശം കൊടുക്കണം, എനിക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, വക്കീൽ അദ്ദേഹം സഹായിക്കണം. ഈ ചോദ്യങ്ങൾ 18 ചോദ്യങ്ങൾ തയ്യാറാക്കി വിവരാവകാശ നിയമപ്രകാരം കൊടുക്കുവാൻ ഈ ജോസ് അതൊരു വിഷയമല്ല, അതും ഒരു അഭിഭാഷകൻ. മറ്റുള്ളവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ആർജവത്തോടെ പ്രോസിക്യൂഷന് വേണ്ടി കോടതി മുന്നിൽ വാദിച്ചുകൊണ്ട് നിയമപുസ്തകങ്ങളുടെ തലനാരിഴ കീറിക്കൊണ്ട് നാട്ടിലെ ജനങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുകയും അന്യായങ്ങൾക്കെതിരെ അടരാടുകയും ചെയ്യുന്ന ഒരു അഭിഭാഷക ഈ ലോകത്തുനിന്ന് തന്റെ ജീവിതം അവസാനിപ്പിച്ചിട്ട് അതൊന്ന് അന്വേഷിക്കാൻ പോലും കേരള പോലീസ് തയ്യാറാകുന്നില്ല. എന്തിനീ യൂണിഫോം വിട്ടു നിർത്തും? ഇവിടെ ഇരിക്കുന്ന പോലീസുകാരല്ല പറഞ്ഞു, ഇത് നേതൃത്വം ഇവരുടെ ജൂറിസ്ഡിക്ഷനല്ല, അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയണം. പ്രിയപ്പെട്ട, പക്ഷേ ഇവരുടെ തലപ്പത്തുള്ളവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഏറ്റവും തലപ്പത്തുള്ള സിറ്റി പോലീസ് കമ്മീഷണറാണ്, അദ്ദേഹം ഇവിടെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഈ വഴി നടന്നു പോയപ്പോ